സ്വാതന്ത്ര്യദിന തലേന്ന് വിഭജന ഭീതി ഓർമ്മ ദിനം ആചരിക്കണമെന്ന ഉത്തരവുമായി ഗവർണർ. ചാൻസലർ എന്ന നിലയിൽ വിസിമാർക്കാണ് ഗവർണർ നിർദ്ദേശം നൽകിയത്. ഈ ഉത്തരവ് നടപ്പാക്കാൻ കണ്ണൂർ വിസി നീക്കം തുടങ്ങിയതോടെ ശക്തമായ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നു. ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് കണ്ണൂരിൽ പ്രതിഷേധം നടന്നു. RSSന്റെ തിട്ടൂരവുമായി വന്നാൽ ഇത് കേരളമാണെന്ന് ഗവർണർ ഓർക്കണമെന്ന് VK സനോജ് പറഞ്ഞു. ആഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ ഓർമ്മദിനമായി ആചരിക്കാനുള്ള ഉത്തരവ് ചാൻസലറായ ഗവർണർ പുറത്തിറക്കിയപ്പോൾ അത് നടപ്പാക്കാനുള്ള ശ്രമമാണ് കണ്ണൂരിൽ വൈസ് ചാൻസലർ നടത്തിയത്. ഇതിനെതിരെ SFIയും DYFIയും കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. RSS അജണ്ട സർവകലാശാലയിൽ നടപ്പാക്കാനുള്ള ശ്രമമാണ് ഗവർണർ വിസിമാരെ ഉപയോഗിച്ച് നടത്തുന്നതെന്നാണ് DYFIയുടെ ആരോപണം. ഇതിനെതിരെ ഉത്തരവിന്റെ കോപ്പി കത്തിച്ചാണ് കണ്ണൂരിൽ DYFI പ്രതിഷേധം ഉയർത്തിയത്. RSSന്റെ ഉത്തരവ് കത്തട്ടങ്ങനെ കത്തട്ടെ. ആർലേക്കറുടെ ഉത്തരവ് കത്തട്ടങ്ങനെ കത്തട്ടെ. ആഗസ്റ്റ് 14 സ്വാതന്ത്ര്യദിനാഘോഷം മാറ്റാനുള്ള ഗൂഢനീക്കമാണ് RSS നടത്തുന്നതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ഓണം മാറ്റി വാമനദിനം ആഘോഷിക്കണം എന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. ചരിത്രത്തെ RSSനെ പോലെ ഇത്രയും ഭയക്കുന്ന സംഘടന രാജ്യത്തില്ലെന്നും VK സനോജ് പറഞ്ഞു. RSSനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം, ഈ രാജ്യത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യം, അതിനകത്തെല്ലാം അവർക്ക് ചില ജാള്യതയും വിമുഖതയും ഉണ്ട്. അപ്പൊ സ്വാതന്ത്ര്യദിനാഘോഷം അത് ആഗസ്റ്റ് 15 മാറ്റിയിട്ട് അതിന്റെ പ്രാധാന്യം കുറച്ചിട്ട് അത് ആഗസ്റ്റ് 14 മാറ്റുക. നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ, നമ്മുടെ നാട് വളരെ ഐക്യത്തോടുകൂടി ആഘോഷിക്കുന്ന ഓണം അത് മാറ്റിയിട്ട് വാമന ജയന്തി ആഘോഷിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തു. അപ്പൊ ഓണം മാറ്റിയിട്ട് വാമന ജയന്തി ആഘോഷിക്കണം. ചില സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റാൻ ആഹ്വാനം ചെയ്യുകയാണ്. സർവകലാശാലകളിൽ വിദ്യാർത്ഥികളോട് ഇനി സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ടതില്ല, വിഭജനത്തിന്റെ കാര്യം പറഞ്ഞാൽ മതി എന്നാ പറയുന്നത്. ആരാണ് ഈ രാജ്യം വിഭജനത്തിന് ഉത്തരവാദിയായിട്ടുള്ളത്? ഒരു ഭാഗത്ത് മുഹമ്മദ് അലി ജിന്നയാണെങ്കിൽ മറുഭാഗത്ത് ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇത്രമാത്രം ചരിത്ര ഭയമുള്ള ഒരു പ്രസ്ഥാനം ഈ രാജ്യത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് RSS ആണ്. കാരണം അവർക്ക് പറയത്തക്ക ചരിത്രമില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ചരിത്രവും അവകാശപ്പെടാൻ ഇല്ലാത്ത സംഘടനയാണ് RSS. സവർക്കർ മാപ്പെഴുതി കൊടുത്ത ചരിത്രം മാത്രമാണ് അവർക്കുള്ളത്. സംഘപരിവാർ അജണ്ടയുമായി ഇത്തരം ഉത്തരവുകളുമായി വന്നാൽ അത് നോക്കി നിൽക്കാൻ കഴിയില്ല. RSSന്റെ തിട്ടൂരവുമായി ഗവർണർ വന്നാൽ അത് കേരളം അനുവദിച്ചു കൊടുക്കില്ലെന്നും സനോജ് പറഞ്ഞു. പറയത്തക്ക ചരിത്രമില്ല. വീരപുരുഷനായി ആരാധിക്കുന്ന ആ സവർക്കർ കൊടുത്തിട്ടുള്ള മാപ്പപേക്ഷ ഇന്ന് കേരളത്തിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ കറങ്ങുകയാണ്. ഒന്നും പറഞ്ഞു നിൽക്കാൻ വേണ്ടി അവർ കഴിയുന്നില്ല. അപ്പോഴാണ് രാജ്യത്തിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ബോധപൂർവം വർഗീയത വളർത്താൻ വേണ്ടി ഇത്തരം ആഹ്വാനങ്ങളുമായിട്ട്, ഇത്തരം ഉത്തരവുകളുമായിട്ട് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് ഈ ചാൻസലർ വിസിമാരെ ഉപയോഗപ്പെടുത്തിയിട്ട് കടന്നു വരുന്നത്. അങ്ങനെയൊന്നും എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ കുറെ വർഷമായില്ലേ ഈ കേരളത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി നോക്കുന്നത്? എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തി. RSSന്റെ ശാഖകൾ ആരംഭിച്ച് കൊടിയ കടന്നാക്രമണം നടത്തിയില്ലേ? എന്നിട്ടൊന്നും കീഴ്പ്പെടാതെ RSSനെ പ്രതിരോധിച്ച ഒരു നാട്, ആ നാടിന്റെ പേരാണ് ഈ കേരളം. ആ കേരളത്തെ ചില വിസിമാരെയെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് RSSന്റെ തിട്ടൂരമനുസരിച്ച് കേരളത്തെ അങ്ങ് മാറ്റിമറച്ചു കളയാം എന്ന വ്യാമോഹവുമായിട്ട് കടന്നു വരുന്ന എല്ലാ RSSന്റെ ഇത്തരം ഉത്തരവുകളെയും കേരളം തള്ളിക്കളയും എന്ന കാര്യത്തിൽ തർക്കമില്ല. DYFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിൻ ശശി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഷിമ, സംസ്ഥാന കമ്മിറ്റി അംഗം PM അഖിൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ AP അൻവീർ, കിരൺ കരുണാകരൻ, M ശ്രീരാമൻ, വൈഷ്ണവ് മഹേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.